ബാംഗ്ലൂരിൽ ഇക്കൊല്ലം ഒടുക്കത്തെ ചൂടായിരുന്നു. കുറച്ച് ദിവസം നാട്ടിൽ പോയി മഴയൊക്കെ കൊണ്ട് അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നാട്ടിൽ മഴ തുടങ്ങിയ വിവരം അറിഞ്ഞത്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ നാട്ടിൽ പോകാൻ തീരുമാനമായി. ഈ കാര്യം എൻ്റെ ഫ്രണ്ട് ലൈജുവിനോട് പറഞ്ഞപ്പോൾ ആളും അതേ സമയത്ത് നാട്ടിലുണ്ടെന്ന് പറഞ്ഞു. പുള്ളിയുടെ വീട് മൂവാറ്റുപുഴയാണ്. അപ്പോഴാണ് ഒരു ചിന്ത വന്നത്, എന്നാൽ പിന്നെ മാമലക്കണ്ടം വഴി കൊയിനിപ്പാറ ഓഫ് റോഡൊന്ന് പിടിച്ചാലോ? ചോദിച്ചത് ആള് ഡബിൾ ഓക്കെ. അങ്ങനെ വെറുതെ പറഞ്ഞൊരു ഐഡിയ പതിയെ ഒരു ട്രിപ്പായി മാറി. കാര്യം ഞങ്ങളുടെ 4x4 ഗ്രൂപ്പിലിട്ടതോടെ പിന്നെ ആളുകൾ റെഡിയായി. മലപ്പുറത്ത് നിന്ന് ജ്യോതിനും അവൻ്റെ ജിപ്സിയും, കണ്ണൂരിൽ നിന്ന് ഷൈജുവും അഞ്ജുവും അവരുടെ മോനും കൂടി താറോക്സിൽ, ബാംഗ്ലൂരിൽ നിന്ന് വിനീത് ജിംനിയായിട്ട്, നന്ദുവും സിനിയും താറോക്സിൽ, മൂവാറ്റുപുഴ നിന്ന് ശ്രീരാം താർ CRDA ആയിട്ട്, ലൈജും മൂവാറ്റുപുഴയിൽ നിന്ന് ജിംനിയായിട്ട്, പിന്നെ ഞാനും പൊന്നും തൃശ്ശൂരിൽ നിന്ന് ജിംനിയിൽ. അങ്ങനെ ആ ദിവസം വന്നെത്തി. വെള്ളിയാഴ്ച രാവിലെ 6:30 ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് യാത്ര തുടങ്ങി. ആദ്യത്തെ ലക്ഷ്യം കോതമംഗലത്തെ അപ്പൂസ് ഹോട്ടൽ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഞങ്ങൾ അപ്പൂസ് ഹോട്ടലിൽ എത്തുമ്പോഴേക്കും ബാക്കിയുള്ളവരൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. രാവിലെ നേരത്തെ തന്നെ ഇറങ്ങിയോണ്ട് എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു. പിന്നെ അധികം സമയം കളയാതെ നേരെ ഫുഡ് അടിക്കാൻ തുടങ്ങി. പൊറോട്ടയും ബീഫ് ഫ്രൈ ആണ് ഓർഡർ ചെയ്ത്. പറയാണ്ടിരിക്കാൻ വയ്യ, ബീഫ് ഫ്രൈക്ക് നല്ല കിടിലിന് എരിവ്, നല്ല മൊരിഞ്ഞ പൊറോട്ടയും. ചൂട് പൊറോട്ടയും എരിവുള്ള ബീഫ് ഫ്രൈയും കൂടെ ആയപ്പോൾ യാത്രയുടെ തുടക്കം തന്നെ അടിപൊളിയായി. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഓരോരുത്തരും ഓരോ വിശേഷങ്ങൾ പറഞ്ഞും വണ്ടിയെക്കുറിച്ച് സംസാരിച്ചും ഇന്നത്തെ റൂട്ട് ഒന്നുകൂടി നോക്കിയുമൊക്കെ കുറച്ച് സമയം ചെലവഴിച്ചു. വയറും മനസ്സും ഫുള്ളായതോടെ ഇനി ഇന്നത്തെ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ ഇഞ്ചത്തൊട്ടിയിലേക്ക്. കോതമംഗലത്ത് നിന്ന് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴേക്കും നല്ല വെയിലായി. രാവിലെ ഉണ്ടായിരുന്ന മഴയുടെ മൂടൊന്നും ഇപ്പോൾ കാണാനില്ല. പക്ഷെ ദൂരെ മലകളൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ മനസ്സ് വീണ്ടും ഹാപ്പിയായി. മലയുടെ മേലെ ഇങ്ങനെ നല്ല കട്ടയ്ക്ക് മേഘങ്ങളും. ആ കാഴ്ച കണ്ടപ്പോൾ തന്നെ ഇന്നത്തെ യാത്ര കിടക്കുമെന്നൊരു ഫീൽ. തട്ടേക്കാട് ഭാഗത്തേക്ക് എത്തിയതോടെ വീടുകളുടെ എണ്ണമൊക്കെ കുറഞ്ഞു. പകരം റോഡിൻ്റെ 2 വശത്തും റബ്ബർ തോട്ടങ്ങൾ. ആ മരങ്ങൾക്കിടയിലൂടെ വണ്ടി ഓടിച്ചു പോകാൻ തന്നെ ഒരു പ്രത്യേക ഫീലാണ്. എത്ര പ്രാവശ്യം പോയാലും മടുക്കാത്ത ഒരു റൂട്ട്. അങ്ങനെ ഞങ്ങൾ ഇഞ്ചത്തൊട്ടിയിലെത്തി. ഞങ്ങളവിടെ എത്തുമ്പോഴേക്കും ബാക്കി എല്ലാവരും എത്തി പാർക്കിംഗ് കഴിഞ്ഞ് ഞങ്ങളെ കാത്തു നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരേ സമയം 25-ലധികം. അതെങ്ങനെ പറ്റിയ 25 100-ലുള്ള കയറിയാലോ അല്ലേ? വെയിറ്റും കൂടി അതായിരുന്നു. എൻ്റെ ശ്രദ്ധ മുഴുവൻ പുതിയ ഇൻസ്റ്റ 360-ലായിരുന്നു. ബാക്ക് പാക്കിൽ ക്യാമറ സ്റ്റിക്ക് കുത്തനെ ഫിക്സ് ചെയ്ത് നേരെ പുഴക്കരയിലേക്ക് നടന്നു. ആ ക്യാമറയിൽ എന്തൊക്കെ ഷോട്ടുകൾ എങ്ങനെയൊക്കെ കിട്ടും എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞാൻ. ടെക്നോളജി പുഴക്കരയിലെത്തി മുന്നിലേക്ക് നോക്കിയപ്പോൾ അയ്യവാ, എന്തൊരു കാഴ്ചയായിരുന്നു അത്. പെരിയാറിൻ്റെ മറുകരയിലുള്ള മരങ്ങളും മലനിരകളും അവയ്ക്ക് മുകളിലൂടെ ഒഴുകുന്ന മേഘങ്ങളും അതിൻ്റെ കൂടെ തൂക്കുപാലവും ഒക്കെ കൂടി പെരിയാറിൻ്റെ തെളിഞ്ഞ വെള്ളത്തിൽ കണ്ണാടി പോലെ പ്രതിഫലിക്കുന്ന ആ കാഴ്ച. കുറച്ചു നേരം വെറുതെ നിന്ന് ആ ഭംഗിയൊക്കെ നോക്കി നിന്നുപോയി. മാമലക്കണ്ടത്തേക്ക് പോകുന്ന മിക്ക ആളുകളുടെയും ഒരു സ്ഥിരം സ്റ്റോപ്പ് കൂടിയാണ് ഇഞ്ചത്തൊട്ടി. അതിന് പ്രധാന കാരണം ഈ തൂക്കുപാലം തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലമാണിത്. ഏകദേശം 183 മീറ്റർ നീളവും 4 മീറ്റർ വീതിയുള്ള ഈ പാലത്തിലൂടെ നടക്കുമ്പോൾ താഴെ പെരിയാർ ഒഴുകുന്നതും ചുറ്റുമുള്ള മലനിരകളും കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെയാണോ ഒരു പാലത്തിൽ നിന്ന് പിള്ളേര് വെള്ളത്തിൽ അല്ല, അത് ഇതല്ല. ഇതിപ്പോ 1.5 ചാട്ടായിരിക്കും. ആക്ച്വലി അവിടെ നിന്നുള്ള ഫ്രെയിം, ഇതിന്റെ റിഫ്ലക്ഷൻ ഇതിൽ കണ്ടിട്ട് ഇതിലും ഫ്രെയിം വരുന്നു കേട്ടോ. മാമലക്കണ്ടത്തേക്ക് പോകുമ്പോഴുള്ള അവസാനത്തെ പമ്പ് നേര്യമംഗലം ടൗണിലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വേറെ പമ്പില്ല. അപ്പം നാളെ ഓഫ് റോഡും കൂടി പോകാനുള്ളതുകൊണ്ട് ഇന്ന് തന്നെ ഞങ്ങളെല്ലാവരും വണ്ടി ഫുൾ ടാങ്ക് ആക്കി. ഇഞ്ചത്തൊട്ടി കഴിഞ്ഞാൽ ഇനി യാത്ര നേര്യമംഗലം ഫോറസ്റ്റിലൂടെയാണ്. ഈ റൂട്ടിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫേമസ് ആയ ഒരു ചെറിയ സ്ട്രെച്ച് ഉണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രാവശ്യം അത് മിസ് ചെയ്യാൻ പാടില്ലെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. റൂട്ട് മാപ്പ് നോക്കാതെ ബാക്കിയുള്ളവരൊക്കെ അടുത്ത ഡെസ്റ്റിനേഷനായ ചീയപ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് വിട്ടു. പക്ഷേ ആ ഒരു ആംബിയൻസ് ഒന്ന് ശരിക്കും ഫീൽ ചെയ്യണമെന്നുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ചെറിയൊരു ഡീറ്റൂർ എടുത്തു.
അതൊരു വേറിട്ട ഫീലായിരുന്നു. റോഡിന് ഇരുവശവും വടി പോലെ ഉയർന്നു നിൽക്കുന്ന മരങ്ങൾ, ചുറ്റും ആരുമില്ല, വാഹനങ്ങളുടെ ശബ്ദം പോലും കേൾക്കാനില്ല. അതിൻ്റെ കൂടെ ചെറുതായി മഴയും ചാർന്നുണ്ടായിരുന്നു. ആ നിശബ്ദതയ്ക്കും ആ പച്ചപ്പിനും ഒരു പ്രത്യേക ഭംഗിയുണ്ട്. വണ്ടി പതുക്കി ഓടിച്ചുകൊണ്ട് ആ റൂട്ട് ആസ്വദിക്കുകയായിരുന്നു ഞങ്ങൾ. ചില സ്ഥലങ്ങൾ കാണാൻ മാത്രമല്ല, കുറച്ചു നേരം ഫീൽ ചെയ്യാൻ കൂടിയാണെന്ന് തോന്നിപ്പോയ നിമിഷങ്ങൾ. അവിടെ നിന്ന് നേരെ ചീയപ്പാറ ലക്ഷ്യമാക്കി വണ്ടി വിട്ടു. ഞാൻ എത്തുമ്പോഴേക്കും ബാക്കിയുള്ളവരൊക്കെ അവിടെ എത്തിയിരുന്നു. കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നെങ്കിലും ആ ചെറിയ ഡീറ്റൂർ എടുത്തതിൽ ഒരു വിഷമം തോന്നിയില്ല. ആ റൂട്ട് അത്രയ്ക്ക് മനോഹരമായിരുന്നു. ചീയപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മലമുകളിൽ നിന്ന് വെള്ളം ഒരൊറ്റ ചാട്ടമായിട്ടല്ല വരുന്നത്, പകരം പല പല തട്ടുകളായിട്ടാണ് താഴേക്ക് ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് കാണാൻ അതിൻ്റെ ഒരു പ്രത്യേക ഭംഗിയാണ്. നേര്യമംഗലം ഫോറസ്റ്റിലൂടെ ഡ്രൈവ് ചെയ്യാൻ തന്നെ ഒരു പ്രത്യേക ഫീലാണ്. റോഡിൻ്റെ രണ്ട് സൈഡും നല്ല പച്ചപ്പും സൈഡിലൂടെ ഒഴുകി പോകുന്ന ഒരു അരുവികളും അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത ഫീലാണ് ഡ്രൈവ് ചെയ്യാൻ. സത്യത്തിൽ ഈ റോഡിലൂടെ പോകുമ്പോൾ വേഗം പോകാൻ തന്നെ തോന്നില്ല. പതുക്കെ ഓടിച്ച് ഓരോ കാഴ്ച ആസ്വദിച്ച് പോകാനാണ് തോന്നുക. വഴിയിൽ ചെറിയൊരു അരുവി കണ്ടപ്പോൾ ഞങ്ങൾ വണ്ടി ഒന്ന് സൈഡാക്കി കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ വെള്ളത്തിലൊക്കെ ഇറങ്ങി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. യാത്രയുടെ ഏറ്റവും എക്സൈറ്റിംഗ് ഭാഗം ഇനിയാണ്, കൊയിനിപ്പാറ ഓഫ് റോഡ് ട്രെയിൽ. അതെങ്ങനെയായിരുന്നു, വഴിയിൽ എന്തൊക്കെ സംഭവിച്ചു, ഓഫ് റോഡ് എത്രത്തോളം ചാലഞ്ചിങ് ആയിരുന്നു, അതൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. അടുത്ത വീഡിയോ മിസ് ചെയ്യില്ല കേട്ടോ, കാണാം.